ഈ ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അമ്മ മഹാമായയുടെ ശക്തി അതിൻ്റെ ഏറ്റവും സമ്പൂർണമായ ഭാവത്തിൽ വരുന്നതാണ് ഈ നവരാത്രി കാലം. നവരാത്രി കാലത്തിൽ വിശേഷകരമായ ഒട്ടേറെ പൂജകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള ഈ ബൊമ്മക്കൽ വയ്ക്കുക, അല്ലെങ്കിൽ ഭഗവതി സേവ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സർവ്വസാധാരണമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള നവരാത്രി പൂജകളുണ്ട്. അത്തരം പൂജകളൊക്കെ നമ്മൾ ഹിന്ദു വിഷൻ ചാനലിൽ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേരത് ചെയ്തിട്ടുമുണ്ട്. ഇത്തവണ വളരെ ലളിതമായിട്ടുള്ള ഒരു പൂജാക്രമത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വളരെ ലളിതം, ആർക്കും ചെയ്യാം. ഇച്ചിരി ഭക്തി ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 9 നാണയവും വേണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിനകത്തുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ ഈശ്വര ചൈതന്യമില്ലായ്മ, ഈശ്വരാധീനം ഇല്ലായ്മ എന്ന് പറയും. എന്ത് കാര്യത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, ഒരു സമാധാനവും കിട്ടാതെ ഉഴറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ നവരാത്രിയിൽ മഹാഭൈരവിക്ക് വേണ്ടിയിട്ട് മന്ത്രജപത്തോടുകൂടി നാണയ സമർപ്പണം നടത്തുന്നത്. അപ്പം അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ളതുമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ള കാര്യമുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും കീഴെ നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഇത് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നവരാത്രി ദിവസം മഹാഭൈരവി ഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളും നമുക്ക് കിട്ടേണ്ടുന്ന ആഗ്രഹങ്ങളെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി അത് സാധിച്ചു തരുമെന്ന് ഭക്തരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മഹാഭൈരവിക്ക് വേണ്ടിയിട്ടുള്ള മഹാപൂജകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ സാധാരണക്കാരായ ഒരാൾക്ക് ഈ പൂജാക്രമങ്ങളെല്ലാം ഒന്നും അതുപടി പാലിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മഹാഭൈരവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക പൂജാ പദ്ധതിയുണ്ട്, ലളിതമായ പൂജാ പദ്ധതി. അതിന് വേണ്ടിയിട്ട് ഒരു നിലവിളക്കെടുത്ത് അതിൽ നെയ്യിട്ട് തെളിയിക്കുക. നവരാത്രി മുതൽ 9 ദിവസം വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം തെളിയിച്ച് വയ്ക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 9 ഒറ്റ നാണയങ്ങളാണ്. ഈ 9 ഒറ്റ നാണയങ്ങൾ ഓരോ ദിവസമായിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. 9 എണ്ണം കരുതിക്കോണം. ഓരോന്നായിട്ട് ഓരോ ദിവസം എടുക്കണം. ₹1 നാണയങ്ങൾ. ഇത് നമ്മൾ ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഈ വിളക്കിൻ്റെ ചോട്ടിൽ കുറച്ച് കുങ്കുമം തൊട്ട് വയ്ക്കണം. വിളക്കിൻ്റെ ഇങ്ങനെ കീഴ്ഭാഗത്ത് എണ്ണ ഇങ്ങനെ തട്ടിക്കാൻ ഒരു തട്ട് കാണുമല്ലോ. വിളക്കിൻ്റെ ഏതൊരു നിലവിളക്കിൻ്റെ അടിഭാഗത്തൊരു തട്ട് കാണുമല്ലോ. അവിടെ ഒരു കുങ്കുമം കൊണ്ട് തൊടണം. അവിടെ ഒരു നാണയം വെക്കണം. എന്നിട്ട് വലത് കൈയിലെ മോതിര വിരൽ അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം. മറുകൈ നമ്മുടെ, അതായത് ഇടത് കൈ നമ്മുടെ നെഞ്ചത്ത് വെച്ച് വലത് കൈ കൊണ്ട് വിളക്കിൽ വെച്ച നാണയത്തിൽ തൊട്ട് ഈ മന്ത്രം ജപിക്കണം. ഓം ഹ്രീം ക്ലീം മഹാഭൈരവ്യേ നമ. ഓം ഹ്രീം ക്ലീം മഹാഭൈരവ്യേ നമ. ഈ മന്ത്രം 108 തവണ ജപിക്കണം. 108 തവണ ജപിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആവശ്യം, എന്തോ ഒരു ആവശ്യമുണ്ട്, അതൊരു പേപ്പറിൽ 18 തവണ എഴുതണം. എന്നിട്ട് വിളക്കിൻ്റെ സമീപത്ത് അത് മടക്കി വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസവും ഇതുപോലെ വൈകുന്നേര സമയത്ത് തലേദിവസം എടുത്ത വിളക്ക് കഴുകി തേച്ച് പിറ്റേ ദിവസം എടുക്കണം. അല്ല അതേ വിളക്ക് തന്നെ എടുത്തേക്കരുത്. അപ്പം തൊട്ട് മുമ്പ് നാണയത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ നാണയം എടുത്ത് നമ്മൾ എഴുതിയില്ലേ ആ പേപ്പറിൻ്റെ അകത്ത് അവിടെ വയ്ക്കണം. എന്നിട്ട് രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ വിളക്ക് തെളിയിച്ച്, നെയ്യിട്ട് വിളക്ക് തെളിയിച്ച്, അത് 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കാം, കിഴക്ക് പടിഞ്ഞാറായിട്ട് വിളക്ക് തെളിയിക്കാം കേട്ടോ. എന്നിട്ട് ഈ വിളക്കിൻ്റെ അടിഭാഗത്ത് കുങ്കുമം തൊട്ട് അവിടെ ഒരു നാണയം വെച്ചിട്ട് ഇതേ മന്ത്രം തന്നെ ജപിക്കണം. ഇപ്പൊ പറഞ്ഞ പ്രകാരം തന്നെ ജപിക്കണം. ഓം ഹ്രീം ക്ലീം മഹാഭൈരവ്യേ നമ. 108 തവണ അത് ജപിച്ചു. എന്നിട്ട്
നമ്മൾ നമ്മുടെ ഇഷ്ടകാര്യം 18 തവണ എഴുതണം. അതായത് ഒന്നാമത്തെ ദിവസം എഴുതിയ കാര്യം തന്നെയാണ് രണ്ടാമത്തെ ദിവസം എഴുതേണ്ടത്. രണ്ടാമത്തെ ദിവസം മറ്റൊന്ന് മാറ്റി എഴുതരുത്. അങ്ങനെ 18 തവണ എഴുതി നമ്മൾ ജപിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ നാണയം എടുത്ത് ഈ പേപ്പറിനകത്ത് വെച്ച് മാറ്റി വെക്കുക. അവിടെ തന്നെ വെക്കുക, തൊട്ടടുത്ത പരിസരത്ത് എവിടെയെങ്കിലും വെക്കുക. വിളക്കിൻ്റെ തൊട്ടടുത്തിരിക്കണമെന്നില്ല, ഇച്ചിരി മാറ്റി വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ 9 ദിവസവും നമ്മളിങ്ങനെ തൊട്ട് ജപിച്ച് പ്രാർത്ഥിക്കണം. നാണയം എഴുതിയ പേപ്പറിൽ വെച്ച് മാറ്റണം. എന്നിട്ട് 9ാമത്തെ ദിവസം നവരാത്രി ദിവസം കടന്ന് പിറ്റേ ദിവസം ഉണ്ടല്ലോ, നവരാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ ഈ 9 നാണയവും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ, ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. തൊഴുത് പ്രാർത്ഥിച്ച് നിക്ഷേപിക്കണം. നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ 18 തവണ ഒരു ആവശ്യം എഴുതിയിട്ടുണ്ടല്ലോ, ആ ആവശ്യവും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വേണം സമർപ്പിക്കുക. ഭക്തിപുരസരം തന്നെ ഇത് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഈ നാണയം എല്ലാം നമ്മൾ നിക്ഷേപിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന പേപ്പർ എന്ത് ചെയ്യണമെന്നറിയുമോ? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ അവിടെ ക്ഷേത്രത്തിനകത്തൊന്നും നിക്ഷേപിച്ചേക്കരുത്. അവിടെ എങ്ങും വയ്ക്കുകയും ചെയ്യണ്ട. ഒഴുകുന്ന വെള്ളം, കടൽ, അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ ഒഴുക്കിയിടുക. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഈ പേപ്പറുകൾ ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം എടുത്ത് തുളസിത്തറയുടെ ചുവട്ടിൽ ഒഴിക്കുക. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ നവരാത്രി ദിവസം 9 ദിവസം പൂർണ്ണമായിട്ട് ജപിച്ചു. അതിന് അടുത്ത ദിവസമാണ് നമ്മൾ പോയിട്ട് ക്ഷേത്രത്തിൽ നാണയം സമർപ്പിക്കുന്നത്. നാണയം സമർപ്പിച്ചതിന് ശേഷമാണ് ഇത് ഒഴുക്കുവെള്ളത്തിലോ പുഴവെള്ളത്തിലോ അല്ലെങ്കിൽ കടൽ ജലത്തിലോ എവിടെയെങ്കിലും ഇത് ഇടുന്നത്. അതിന് കഴിയാത്തവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പേപ്പറുകളെല്ലാം ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. എന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിൽ ഇതിനെ അങ്ങ് നിക്ഷേപിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം തുളസിയുള്ളിടത്തോ, ഇനി തുളസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് അതങ്ങ് ഒഴിച്ചാൽ മതി. കുതിർന്ന് കിടക്കും പേപ്പർ, അതിനങ്ങ് ഇട്ടാൽ മതി. അല്ല, ചവിട്ടരുതെന്നേ ഉള്ളൂ. 3-4 ദിവസം അത് ചവിട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ അത് മണ്ണിലായിക്കോളും, കുഴപ്പമില്ല. അങ്ങനെ അത് ചെയ്യുക. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഭക്തി ഉണ്ടാവണമെന്നേ ഉള്ളൂ. സ്ത്രീകൾക്ക് ആർത്തവ കാലം കഴിഞ്ഞ് 7 കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുന്നതാണ്. കുലപാലായ്മകളുള്ളവർ ചെയ്യരുത്. ചുവന്നതോ വെള്ളയോ വസ്ത്രം ധരിച്ചു വേണം ഇത് ചെയ്യാൻ. അടിവസ്ത്രം നിർബന്ധമായിട്ടും ഈ ജപകാലയളവിൽ ഉണ്ടായിരിക്കണം. വെറും നിലത്തിരിക്കരുത്. ഒരു പലകമേലോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയുടെ മേലോ ഇരുന്ന് വേണം ഓരോ തവണയും നാണയം തൊട്ട് ജപിക്കാനുള്ളത്. വെറും നിലത്ത് ഇരിക്കരുത്. അതുകൊണ്ട് എന്നാൽ ഗുണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ളതും നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു ക്രിയാപദ്ധതിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിയുന്നവരെല്ലാം ചെയ്യണം. നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ കാര്യങ്ങൾ വളരെ കുറഞ്ഞ അളവിലായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയൊന്നുമില്ല. ചെയ്തു നോക്കിയവർക്ക് അറിയാം ഇത് വളരെ ഗുണപരമായിട്ടായിരിക്കും. പിന്നെ ഇതിൽ ആഗ്രഹം എഴുതുമ്പം അത്യാഗ്രഹമായി പോകാതിരിക്കണം. ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കും നീതിക്കും എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ശത്രുക്കളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, അയാളുടെ കുടുംബമായിട്ടൊക്കെ ജീവിക്കുക, അയാളെ കൊല്ലണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചേക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും. നിങ്ങളുടെ നന്മ, മറ്റുള്ളവർക്ക് നന്മ ഉള്ള കാര്യങ്ങൾ മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.